ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തുമ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? ഇന്ന് നൈറ്റ് ഇൻ അവർ ലൈഫ്. സമയം ഏകദേശം 12 മണിയാകാറായിട്ടുണ്ട് അല്ലേ? ഇത് സാധാരണ പകല് മുഴുവൻ ഉറങ്ങും, രാത്രിയിൽ എണീറ്റിരിക്കുകയാണ് പതിവ്. പാടുപെട്ടാണ് ഓരോ പിള്ളേരെ വളർത്തിയെടുത്ത് പറഞ്ഞത്. എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യും? അതെ അതെ അതെ, എന്ത് പാരി പെറ്റാനും ഞങ്ങൾ ഇതുപോലത്തെ ചൊമ്പീസിനെയൊക്കെ വളർത്തി വെച്ചതിന് നമുക്ക് കാണിച്ചത്. അപ്പൊ എന്തായാലും വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഓരോ ദിവസങ്ങളിലും വീഡിയോസ് ഉണ്ടായിരിക്കും. Mr&Mrs സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പോട്ടെ, അവൾ പോട്ടെ. 2000 years later. എന്തൊരു രസമെന്നു, എന്തൊരു സുഖമെന്നു, എന്റെ കുഞ്ഞിത്തുമ്പി ചിരിക്കുന്നു, കുഞ്ഞിക്കാറ്റിലകിന് ഇലകിന് കാണാൻ എന്തൊരു ശൈലെന്നോ, അവിടെ പൊന്നാണെന്ന ഒരു പൊന്നെന്ന പൊന്നാണേ, അമ്മച്ചിയുടെ പൊന്നേ, അമ്മച്ചിയുടെ പൊന്നൂട്ടിയേ, അമ്മച്ചിയുടെ മാത്രം പൊന്നൂസ്. തങ്ക പോട്ട് ചിരിക്കണ് തെങ്ങ പെണ്ണ് ചിരിക്കണ് കുഞ്ഞിക്കാറ്റില്ലകന് ഇല്ലകന്. രാത്രി 12 മണിക്ക് സമ്മതിക്കില്ല. ഇജ് ഉറങ്ങാറായില്ലേടോ? ഇജ് അനക്ക് ഉറങ്ങാറായില്ലേടോ? അനക്ക് ഉറങ്ങാറായില്ലേടോ? അനക്ക് ഉറങ്ങാറായില്ലേടോ? താൻ എന്തുവാടോ ഇത്? രാത്രി 12 മണി ആയില്ലേടോ? 12 മണിയാണിപ്പോ. ഒന്ന് എണീറ്റ് വന്ന് ആക്റ്റീവ് ആയതേ ഉള്ളൂ. ഇനിയും 1 മണി 2 മണി 3 മണി ഇങ്ങനെ എണ്ണിയിരിക്കാം. ഇത് പകല് മുഴുവൻ കിടന്നുറങ്ങിയിട്ട് കളിച്ചിട്ട് കിടന്നുറങ്ങും. രാത്രി വെളുപ്പിനെ 3 മണിക്ക് ഉറങ്ങിയിട്ട് പകലൊരു 3 മണിക്ക് എണീക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നുറങ്ങും, പിന്നെ എണീക്കും. പക്ഷെ ഈ ഒരു റൊട്ടീൻ അല്ലായിരുന്നു, ഇത് മാറി വീണ്ടും ഇങ്ങനെ ആയതാണ്. രാത്രി ഉറക്കം. അതെ അതെ അതെ, ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് മാറിപ്പോയത്. ഓ അപ്പൊ അവളുടെ പാവസരായിട്ട് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ രാത്രി ഊരിപ്പോകും. അവളായിട്ട് അടിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. സാധാരണ ഇവിടെ ഇങ്ങനെയൊന്നും അല്ല. ഇപ്പൊ വീഡിയോ കാണുന്ന പോലെ ഒന്നും ഇവിടെ കളമാണ് ഞങ്ങൾ തമ്മില്. രാത്രിയിൽ ഞാൻ ഉറങ്ങാതിരിക്കല്. ചില ദിവസമൊക്കെ ഞാൻ എണീറ്റിരിക്കും, ചില ദിവസം ഒന്നും ഒട്ടും പറ്റത്തില്ല. പരസ്പര ബന്ധുരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ കിടന്നോളാം. അപ്പൊ എണീറ്റ് കണ്ടില്ലേ നോക്കിയിട്ട് എന്ത് പാമ്പ് തല്ലിക്കൊല്ലല്ലേ? ഞാൻ ഇല്ല, ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണേ. എന്ത് എവിടെ പോണേ? പാമ്പ് എവിടെ? റൗണ്ട് ചെയ്ത് നടന്നിട്ട് അടിച്ചു വരുന്നില്ലേ? സത്യമായിട്ടും. പിന്നെ വേറെ എന്തൊക്കെയോ പറഞ്ഞു. എന്തോ എന്റെ പാവം വെല്ലുമ്മച്ചിയുടെ പുറത്ത് മുഴുവൻ കയറി ഡിപ്പിങ് വന്നേ ഉള്ളു അല്ലേ? അല്ലേ? രാത്രി 12 മണി പെണ്ണെ കിടന്ന് കാലം പോവാതെ വഴിയെ പോകുന്നവരൊക്കെ എന്ത് വിചാരിക്കും? ഒരു കൊച്ചു പെണ്ണ് വീട്ടിൽ കിടന്ന ഒച്ച വെക്കണം. നാണം ഉണ്ടോ നിനക്ക്? ടോയ്സ് എടുത്ത് കളിച്ചേ. പിന്നെ ആകെ ഉള്ള ആശ്വാസം കുറാസംഗം വരില്ല. തുമ്പിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. തുമ്പിയുടെ കുരങ്ങനുണ്ട്, തുമ്പിന്റെ ടെഡി ബെയർ ഉണ്ട്, 2 എണ്ണം അവിടെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. പിന്നെ തുമ്പിയുടെ ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട് ഈ ബൾബ്, വേറൊരു ഫ്രണ്ട് ഈ ഫാന്, മറ്റൊരു ഫ്രണ്ട് ഇതെല്ലാം തുമ്പിന്റെ ഫ്രണ്ട്സ് ആണ്. തുമ്പി ഇതെല്ലാം നോക്കിയിരുന്ന് അവരോട് വർത്താനം പറയും. വിളിച്ചേ, ഇതാരെയും മേളിൽ കിടക്കണ ഫാൻ നമ്മളെന്താ വിളിച്ചണേ? അതുപോലെ ഈ പടമൊക്കെ തുമ്പീസിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ പടം നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് റൂമിലോട്ട് മാറ്റിയത് നമ്മുടെ റൂം. ഇങ്ങനെ ഇരുന്നാ മതിയോ? ഉറങ്ങണ്ടേ നമുക്ക്? പട്ടി വരയ്ക്കുന്ന ശബ്ദം, കുയില് ഊന്ന ശബ്ദം.
ക്യാമറ നോക്കി ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ തുമ്പീസ്. ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. അമ്പം വിളിച്ചേ. ക്യാമറ നോക്കി എല്ലാരെയും വിളിച്ചേ. ഹലോ സബ്സ്ക്രൈബേഴ്സ് എന്ന് വിളിച്ചേ. എല്ലാരെയും വിളിച്ചേ. ബബിൾ കൊച്ചാവയ്ക്കണേ. അമ്മയും വരാൻ. പാമ്പനോ? അതാരാ പാമ്പൻ? ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പാപ്പം കുറ്റട്ടെ. പാലുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് തുമ്പീസ് നല്ല ഉറക്കമാണ്. നമ്മൾ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആൾ എണീക്കാൻ സാധ്യതയുണ്ട്. നല്ല ഉറക്കത്തിലാണ് തുമ്പീസ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. പാല് കുടിച്ച് കഴിഞ്ഞ് ഉറങ്ങും. അപ്പോഴേക്കും എനിക്ക് വിശന്നു തുടങ്ങി. ഒരു ആപ്പിൾ കഴിക്കുക എന്നുള്ളതിന് ആരും കാണാതെ. അത് കാരണം വെച്ചാൽ പാതിരാത്രിയിൽ എനിക്ക് വിശപ്പിച്ചിരി കൂടുതലാണ്. അപ്പോൾ ഒരു ആപ്പിൾ കഴിക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം, കഴിക്കാം. അപ്പുറം എടുത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ വെള്ളം എടുക്കാനായിട്ട് ശാന്തി ഏറ്റു വന്ന ആ സമയമൊക്കെ ആയപ്പോഴത്തേനും രാത്രിയിൽ വെള്ളം കുടിക്കാനായിട്ട് ജഗ്ഗിൽ വെള്ളം നിറയ്ക്കാനായിട്ട് ശാന്തി ആ സമയത്ത് ഏറ്റു വന്നായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് റൂമിലേക്ക് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ 6 മണിയായി. 6 മണിക്ക് നാളെ പോയാൽ പോലെ ഇപ്പം പോകണം. വാ നടക്കാൻ പോവാ. എൻ്റെ പൊത്ത വയറൊക്കെ കുറയ്ക്കണ്ടേ. വാ ഏറ്റു വാടി. 5 മിനിറ്റ് ഒന്നുമില്ല. വാ കണ്ണ് നോർക്കാനായിട്ട് എന്തിനാ 5 മിനിറ്റ്? വാ പോയി മോൻ കേട്. വാ ഏറ്റു. രാവിലെ നടക്കാൻ പോണയാണ് അല്ലേ? ഇപ്പോഴേ വേണ്ട, വഴിയിലോട്ട് ഇറങ്ങേണ്ട പോയി വെച്ചാൽ മതി. ശ്യാമിലിയുടെ വയറ് കുറയ്ക്കാൻ വേണ്ടി രാവിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. മറന്നുപോയി തോന്നുന്നു പൈപ്പ് കൊണ്ടുപോകാൻ. നീ പറഞ്ഞിട്ടല്ലേ തടി വെച്ചേ? ഇവള് പറഞ്ഞിട്ടാണ് തടി വെപ്പിച്ചേ. മെലിഞ്ഞ് നല്ല സുന്ദരനായിട്ടിരുന്ന ഞാൻ തടി വെച്ചത് ഇവള് പറഞ്ഞിട്ടാ. ഇത് രാവിലെ ഇറങ്ങി നടന്നിട്ട് പൊത്ത വയറ് കുറയ്ക്കട്ടെ എന്നാണ്. കുഞ്ഞാവയ്ക്ക് 4 മാസം ആകുമ്പോഴത്തേന് ഞാനായിട്ട് ഒരുമിച്ച് ജിമ്മിൽ പോകാനുള്ള പ്ലാനാണ്. അല്ലേ? നമ്മൾ ഈ വഴി നടന്ന് ഇവിടെ നിന്നൊരു കണ്ണിലുറക്കിയിരിക്കുന്നു. ഓ കേറി കിടന്ന് ഉറങ്ങട്ടെ. ആ കയ്യാലോട്ട് കയറി കിടന്നു. എവിടെ റൈറ്റ് പോവാ. രാവിലെ പണ്ടൊക്കെ ഇങ്ങനെ ഒരു വഴി പോലും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പം കനാലൊക്കെ വന്നോ. രാവിലെ വെട്ടിയതാ 5 മണിക്ക്. 6 പാക്ക് വന്നോ ശ്യാമിലി? നോക്കി നീ വന്നോ നോക്കി. ഞാനോ? ഞാൻ അധ്വാനിക്കുന്ന ജനഭാവാ. മേടിച്ച പോലെ അല്ല കേട്ടോ. രാവിലെ നടക്കാൻ ആളൊക്കെ ഉണ്ട്. പോയേണ്ട. സത്യം പറഞ്ഞാണല്ലോ ഈ നടക്കുന്നതിനേക്കാളും നല്ലത് ഒരു സൈക്കിള് വാങ്ങിച്ചിട്ട് സൈക്കിള് ചവിട്ടുന്നതല്ലേ? അല്ല, നമുക്ക് 2 സൈക്കിൾ വാങ്ങിക്കാം. 2 സൈക്കിൾ വാങ്ങിച്ചിട്ട് അത് ചവിട്ടി അങ്ങ് പോയാൽ നല്ല രസം. ആ ഒരു 5 കിലോമീറ്റർ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ വേണ്ടിയിട്ട് നടക്കുമോ? ഇതിപ്പോൾ ഇന്ന് നടന്നു നാളെ നടക്കുമെന്ന് തമ്പുരാനറിയാം. കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി കേട്ടോ. കാലൊക്കെ വരിക്കും.
ആവശ്യമില്ലാത്ത കാര്യം എന്നെ ഓർപ്പിച്ച്. ഞാൻ എനിക്ക് കക്കൂസി പോകുന്നതാണ്. രാവിലെ ആളങ്ങ് പോയി. ഞാൻ ഇവിടെ നിന്ന കാര്യം അറിഞ്ഞിട്ടില്ല. അങ്ങ് പോയി. ഓ പറ്റിക്കണ്ട, പേടിക്കും. ഇന്നത്തെയും കൂടെ കൂടിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ പുതിയ വീഡിയോ കാണും വരെ ബൈ അല്ലേ, ടാറ്റ. ചുമ്മാ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പം ടാറ്റ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചമർത്തുക. ശരി ബൈ.